തിരിച്ചു വരവാണെന്ന് വെച്ചാൽ സിനിമ കൊള്ളാം. തിരിച്ചു വരവല്ല ദിലീപേട്ടോട്ടും പോയില്ലല്ലോ. ദിലീപ് നല്ല അഭിനയമാണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് യൂഷ്വലി CID മൂസിലൊക്കെ ചെയ്യുന്ന പോലെ ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല ഇനി. ദിലീപേട്ടൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ സൂപ്പർ അഭിനയമാണ്. ടേക്കറൊക്കെ വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞത് ഓവർ ചളിയാണ്, കാര്യങ്ങളാണ്. അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അതിൻ്റെ അവസ്ഥ കാരണം വെച്ചത് മേക്കിംഗ് മൂവിയല്ലേ. ഇപ്പോഴത്തെ നമ്മളിപ്പോൾ പുതിയ സിനിമകളെല്ലാം തന്നെ മേക്കിങ്ങിലാണ് മൂവി നിൽക്കുന്നത്. ഉറപ്പായിട്ടും ദിലീപേട്ടൻ നമുക്ക് എന്നും ജനപ്രിയ നടൻ തന്നെയാണ്. അടിപൊളി പടമാണ് കേട്ടോ. നല്ല പ്ലേസിംഗ് ആണ്, നല്ല സ്ക്രിപ്റ്റ് വർക്ക് ഉണ്ട്, കാര്യങ്ങളൊക്കെ നല്ലൊരു അവതരണം ആണ്. ഓക്കെ. ദിലീപും ധ്യാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ട്രെയിലറും കാര്യങ്ങളൊന്നും കണ്ടിരുന്നില്ല. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു കാര്യമായിരുന്നു. ഉണ്ടായിരുന്നു. ദിലീപേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ദിലീപേട്ടൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ സൂപ്പർ അഭിനയമാണ്. ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് കുറച്ച് കരയാനുള്ള സെന്റിയാണ്. അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ദിലീപിനെ നല്ലോണം ഇഷ്ടമായി. ഓക്കെ, കണ്ടിരിക്കാം, സഹിച്ചു പോകാം. ദിലീപേട്ടൻ്റെ ഒരു ശക്തമായ തീർച്ചയായും കാര്യം. എങ്ങനെയുണ്ട് ധ്യാനം ദിലീപേട്ടനായിട്ടുള്ള കോംബോ ആയിട്ടുള്ള നല്ല സിനിമ. കുറേ കാലത്തിന് ശേഷം ഉള്ള ഒരു വ്യത്യസ്തമായൊരു സിനിമ. വ്യത്യസ്തമായ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തീമാണെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്താലല്ലേ ഉള്ളാവും. പിന്നെ എന്താ പറയുക, ഒരു ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പേര് ഓൺലൈൻ മീഡിയ ഒക്കെ ട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ട്രോളല്ല, കാര്യമായ രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. ദിലീപിൻ്റെ തിരിച്ചു എടുക്കാൻ പറ്റുമോ? തിരിച്ചു വരവാണെന്ന് വെച്ചാൽ സിനിമ കൊള്ളാം. തിരിച്ചു വരവല്ല ദിലീപേട്ടോട്ടും പോയില്ലല്ലോ. നല്ല പടമാണ് കേട്ടോ. നല്ല എല്ലാവരും കാണാൻ. കോമഡി അല്ല, ദിലീപിന്റെ ഒരു തിരിച്ചുവരവ് തന്നെ പറയാൻ പറ്റും. സൽമാ താത്ത, മഞ്ജു ചേച്ചി നല്ലോണം ഇതായിട്ടുണ്ട്. കോമഡി ഉണ്ടായിരുന്നു. കോമഡിയാണ്, ലാസ്റ്റ് കുറച്ച് ഇമോഷണൽ ആവും. ഉറപ്പായിട്ടും ദിലീപേട്ടൻ നമുക്ക് എന്നും ജനപ്രിയ നടൻ തന്നെയാണ്. അപ്പോൾ ഇതൊരു പുതിയ തിരിച്ചുവരവായിട്ട് തോന്നുന്നു. ദിലീപ് നല്ല അഭിനയമാണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് യൂഷ്വലി CID മൂസിലൊക്കെ ചെയ്യുന്ന പോലെ ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല ഇനി ഉണ്ടാവുന്ന. അതൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറാണ്. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, ഇമോഷണലി കുറച്ച് കണക്ട് ചെയ്യാം. പിന്നെ ടോപ്പിക്ക് കുറച്ച് റെലവൻറ്റ് ടോപ്പിക്കാണ്, അത്രേ ഉള്ളൂ. സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആണ്. നിങ്ങളെപ്പോലെയൊക്കെയുള്ള ആളുകളെ പറ്റി തന്നെയാണ് പറയുന്നത്. ഒന്ന് റീവിസിറ്റ് നല്ലതാണ്. അങ്ങനെയുള്ള കുറച്ച് ഇമോഷണൽ കണക്റ്റ് ഒക്കെ നല്ലതാണ്. അതർവൈസ് സിനിമ ആസ് എക്സ്പെക്റ്റഡ്. സ്ത്രീ കഥാപാത്രങ്ങൾ കൊള്ളാം. എന്നുവെച്ചാൽ നായികയായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി നല്ല മൂവിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു 10 വർഷം മുമ്പിലാണെങ്കിൽ ഈ സിനിമ ബെറ്ററാണ്. അതാണ് ഇതിൻ്റെ അവസ്ഥ. കാരണം വെച്ചത് മേക്കിംഗ് മൂവിയല്ലേ. ഇപ്പോഴത്തെ നമ്മളിപ്പോൾ പുതിയ സിനിമകളെല്ലാം തന്നെ മേക്കിങ്ങിലാണ് മൂവി നിൽക്കുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത് മേക്കിങ്ങിലല്ല, പകരം സ്റ്റോറി ബേസ്ഡ് മൂവിയാണ്. ഈ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്കൊരു 10 വർഷം മുന്നേ ഉള്ള സ്റ്റോറിയാണ്, നമുക്കത് ഓക്കെയാണ്. ആക്ടേഴ്സ് ബേസിൽ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒറ്റ പ്രശ്നം ഇതേ ഉള്ളൂ, ഇതൊരു പുതിയ സമയത്ത് നമ്മളിപ്പോൾ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഈ മൂവി എത്രത്തോളം റെലവൻ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും നമ്മളിപ്പം ഒരു 200 രൂപ കൊടുത്തൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ മുതലാവുന്ന തരത്തിലുള്ള ഒരു മൂവിയാണ്. കുഴപ്പമൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന ദിലീപിൻ്റെ പടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പവി കെയർ ടേക്കറൊക്കെ വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞത് ഓവർ ചളിയാണ്, കാര്യങ്ങളാണ്. അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ദിലീപ് നീറ്റ് പെർഫോമൻസ് ആണ്. മ്യൂസിക്കും പടത്തിനകത്ത് പോയിട്ടുണ്ട്. കുറേ ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കാരണം ഉണ്ടാകുന്ന ദോഷങ്ങളെപ്പറ്റി ചർച്ച ചെയ്ത് ഒരു മെസ്സേജ് അവിടെ നിർത്തുന്നു. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും. ഒരു സിമ്പിൾ പടം, അതായത് ഭയങ്കര സംഭവമല്ല, മോശം പടമല്ല, ഒരു സിമ്പിളായിട്ട് കാണാൻ പറ്റിയ ഒരു വാച്ചബിൾ മൂവി. ദിലീപിനെ തിരിച്ചുവരവായിട്ട് എടുക്കാൻ പറ്റുമോ? ഇത് ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആവാനുള്ളതുണ്ട്, ഫാമിലി ഓഡിയൻസ് ഒന്ന് കയറി ഹിറ്റ് ആവാനുള്ളതുണ്ട്. അല്ലാതെ നമ്മൾ 2 കൺട്രീസ് ലെവൽ അങ്ങനത്തെ ഒരു പടം പ്രതീക്ഷ വരരുത്. അതിൻ്റെ ടീസർ കാണുമ്പോൾ തന്നെ അറിയാലോ അതെങ്ങനെ ഒരു പടമാണെന്ന്. പക്ഷേ വിജയശനങ്ങളും ചിരിക്കാനുണ്ടായിരുന്നു. ധ്യാന അത്യാവശ്യം റോള് കുറവാണ്, എന്നാലും ഉള്ളത് ബോറാക്കാതെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ആരും വെറുപ്പിക്കലൊന്നുമില്ല. നല്ല പ്രത്യേക രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ്. നല്ല കഥയുമുള്ള സംവിധാനം. ദിലീപ് പ്രത്യേക രീതിയിൽ ജനങ്ങളോടത്ത് നല്ല അഭിപ്രായത്തോടുകൂടി നല്ല രീതിയിൽ നടിയും എല്ലാം